മരണങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ അരുൺകുമാറിന്റെ മൃതദേഹത്തിന് 5 ദിവസവും സജിക്കുട്ടന്റെ മൃതദേഹത്തിന് 3 ദിവസവും പഴക്കമുണ്ടെന്നാണ് പ്രാഥമികമായ ഉള്ള നിഗമനം. ഇന്ന് രാവിലെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. തുടർന്ന് ഈ മരണകാരണം കണ്ടെത്തുന്നതിനായി കുട്ടികളുടെ ആന്തരിക അവയവങ്ങൾ രാസ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ കുട്ടികളുടെ മൃതദേഹം വീട്ടിലെത്തിച്ചതിന് ശേഷം ഈ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട്. എന്തായാലും വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയ ആ ഊരിനെ ആകെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു. 2-ാം തീയതിയാണ് ഈ കുട്ടികളെ കാണാതാകുന്നത്. തുടർന്ന് ഈ വീടിന് പരിസരത്തും ഈ കാട്ടിലുമൊക്കെ അന്വേഷിച്ചിരുന്നു. പക്ഷേ കുട്ടികളെ കിട്ടിയില്ല. പിന്നീട് വ്യാഴാഴ്ചയോടെ പരാതി നൽകുകയും ഇന്നലെ വനംവകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കാടിനുള്ളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അരുൺകുമാറിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. ഈ അരുൺകുമാറിന്റെ മൃതദേഹത്തിനാണ് ഇപ്പോൾ പഴക്കം പറയുന്നത്. മരത്തിൽ നിന്നും വീണ് മരിച്ചതിന് സമാനമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അരുൺകുമാറിന്റെ മൃതദേഹം കിടന്നത്. അതിന് 500 മീറ്റർ ചുറ്റളവിലായിരുന്നു സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ സജിക്കുട്ടന്റെ മൃതദേഹത്തിനാണ് ഇപ്പോൾ 3 ദിവസം പഴക്കമുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിഗമനം തേൻ ശേഖരിക്കാൻ പോയപ്പോൾ വീണു മരിച്ചതാകാം എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. എന്തായാലും കാരണത്തിന് കൂടുതൽ വ്യക്തത വരുന്നതിന് വേണ്ടി ഇവരുടെയും ഈ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ കൃത്യമായും എന്താണ് മരണകാരണം എന്നത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കുട്ടികളുടെ സംസ്കാരം നടക്കുന്ന സമയം ഊരിലെ ജനങ്ങളൊക്കെ തന്നെ വലിയ ദുഃഖത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് പരിചിതമായ സ്ഥലം തന്നെയായിരുന്നു. കുട്ടികൾ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഊരിലെ ജനങ്ങളും ഈ വീട്ടുകാരും ഒക്കെ. എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ വിഫലമാക്കിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. രജനി.